അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം പൊന്മാൻ. GR ഇന്ദുഗോപാലിൻ്റെ എന്താ പറയുക 4-5 ചെറുപ്പക്കാർ പറഞ്ഞ നോവലിൻ്റെ സിനിമയാണിത്. ഞാൻ ആ നോവലൊന്നും വായിച്ചിട്ടില്ല, പക്ഷേ ആ നോവലിന് ആ പേര്, അതായത് 4-5 ചെറുപ്പക്കാരെന്ന പേര് ഈ സിനിമയ്ക്ക് ഇടാത്തതാണ് ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ ഗുട്ടൻസ്. എന്താ വെച്ചാൽ ഈ സിനിമ പൊന്മാൻ എന്നല്ല പൊന്മാൻ എന്നാണ് പറയേണ്ടത്. എന്താ വെച്ചാൽ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. PP അജേഷ്, ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടർ, പുള്ളിയാണ് ഈ സിനിമേൻ്റെ സോൾ. അതായത് ആ ക്യാരക്ടർ നമുക്ക് തോന്നി ഇയാളെന്താ ഇത് ചെയ്യുന്നത്, ഇയാളെന്താ വയ്യെന്നുള്ള ഫീലിൽ നിന്നൊരു ചൊറിയൻ ക്യാരക്ടർ. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അയാൾ ആ ക്യാരക്ടർ ഗ്രോത്ത് ഇങ്ങനെ കാണിച്ച് ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസും കൂടി അതിന് വേറെ ലെവലിലോട്ട് എത്തിച്ച്. ബേസിൽ ജോസഫ് ഇതുവരെ ചെയ്ത ആക്ടിങ്ങിൽ പീക്ക് ആക്ടിങ് ഇതിൽ തന്നെയാണ്. സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയും ബെസ്റ്റ് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സിനിമ, അതായത് PP അജേഷ് പറഞ്ഞ ക്യാരക്ടർ വരുന്നവരെ വളരെ ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. പിന്നീട് പുള്ളി വന്നപ്പോൾ പുള്ളീൻ്റെ ആ ഒരു പരിപാടി ഇങ്ങനെ തുടങ്ങി വരുന്നതനുസരിച്ച് പിന്നെ സമയം പോകുന്ന അറിഞ്ഞതേ ഇല്ല. അതായത് ഫസ്റ്റ് ഒരു 10-20 മിനിറ്റ് കുറച്ച് ലാഗ് ഫീല് നല്ലോണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണത് വേറൊരു വൈബിൽ വേറൊരു ഇതിലോട്ട് സിനിമ പോയത്. പിന്നെ ഇതൊരു ഈഗോ ക്ലാഷ് സിനിമയല്ല, ഞാൻ ആദ്യം പറയുകയാണ്, ഇതൊരു ഗോൾഡ് ക്ലാഷ്. അതായത് ഇതിൽ ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് PP അജേഷ് എന്ന ക്യാരക്ടർ തന്നെ ഗോൾഡിന് വേണ്ടി, ഞാൻ അധികം കഥ പറയുന്നില്ല, ഗോൾഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അതിന് പുള്ളി നേരിടുന്ന വെല്ലുവിളികൾ അതേപോലെ ഇതിൽ ഒന്നും അല്ലാത്തതിൽ നിന്നും എന്തെങ്കിലും ഒരാളായിട്ട് പുള്ളി മാറി PP അജേഷ് ആയ ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗുണ്ട്, ഒരു സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് അവിടെ തൊട്ടാണ് സിനിമ പീക്ക് ലെവലെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവിടുന്ന് ശേഷം ഈ PP അജേഷ് ജയിക്കണം, അല്ലെങ്കിൽ പുള്ളീൻ്റെ ലക്ഷ്യം നടക്കണം എന്ന രീതിയിലാണ് ഞാനും അത് തന്നെയാണ്, പുള്ളി ജയിക്കണം എന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുവരെ നമുക്ക് ആ ഒരു സെൽഫിഷ് ക്യാരക്ടർ, അല്ലെങ്കിൽ ചൊറിയൻ ക്യാരക്ടർ എന്ന ഇതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പിന്നീട് ആ ക്യാരക്ടറിനൊരു ഗ്രോത്ത് വരും ആ ഡയലോഗിന് ശേഷം. അതിനുശേഷം അടിപൊളിയായിരുന്നു. പിന്നെ കുറേ സീൻസ് ഉണ്ട്. ഈ സജിൻ ഗോപ്, നമ്മൾ അമ്പാൻ മൂപ്പര് ചെയ്ത മരിയാൻ ആ ക്യാരക്ടറും എന്താ പറയുക, ഈ മൂപ്പര് ചെയ്ത വെച്ച രീതി ഉണ്ട്. അതായത് ചായക്കട സീനുണ്ട്, PP അജേഷും മരിയാനും ഇങ്ങനെ സംസാരിക്കുകയാണ്. അവിടുന്ന് ഈ മരിയാന പറഞ്ഞ ക്യാരക്ടറിന് പെട്ടെന്നൊരു എന്താ പറയുക, പുള്ളീൻ്റെ സംസാര രീതിയിൽ മാറ്റം വരും. പുള്ളി പെട്ടെന്ന് ടെററാവും, നമുക്ക് മനസ്സിലാവാൻ കൂടിയില്ല. പെട്ടെന്നാണ് ഒരു പേപ്പർ അങ്ങ് കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെറർ അല്ല ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അമ്മേരി രീതിയിലാണ് ഇതിൽ ആക്ട് ചെയ്ത് വെച്ചാൽ എല്ലാവരും. സത്യം പറഞ്ഞാൽ സജിൻ ഗോപ് ഇത്രയും പവറായിട്ട് അമ്പാനേക്കാളും കിടിലൻ ക്യാരക്ടർ മീൻസ് ആക്ട് ചെയ്യാനുള്ള സംഭവം ഇതിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇതിൽ എത്ര അടിപൊളി ആക്ട് ഉണ്ടെങ്കിലും ബേസിൽ ജോസഫ് ചെയ്ത വേറെ ലെവലായിരുന്നു. അതായത് ഈ സിനിമേൻ്റെ നട്ടെല്ല് പറഞ്ഞ ബേസിൽ ജോസഫ് തന്നെയാണ്. പുള്ളിയാണ് ഈ സിനിമേനെ മുഴുവൻ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. അതായത് ലാഗ് മാറ്റി തന്നെ പുള്ളിയാണ്. അതേപോലെ ഈ റോള് പുള്ളി അല്ലാണ്ട് വേറെ ആൾക്കും ഈ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ലിജോ മോൾ ചെയ്ത സ്റ്റെഫി ഗ്രാഫ്, അതേപോലെ മരിയാനോ, സഞ്ജയ് ഗോപുവിൻ്റെ, ദീപക് പറമ്പോളിൻ്റെ മാർക്കണ്ഡേയ ശർമ്മ, അങ്ങനെ എല്ലാവരും കറക്റ്റ് റോൾ. ഇവരല്ലാണ്ട് വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന ഫീലാണ് ഇവരെ ആക്ടിങ്ങിലൂടെ നമുക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു. പിന്നെ അതാണ് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ ടൈറ്റിൽ അല്ലാണ്ട് വേറൊരു ടൈറ്റിലും ഈ കഥയ്ക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോവലിൻ്റെ കഥ ഞാൻ വായിച്ചില്ല, അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സിനിമ പല സ്ഥലത്തും നമുക്ക് മനസ്സിലാവും ഇതൊരു നോവൽ അഡാപ്റ്റേഷനാണ്. അത് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടൂലേ, ഇവൻ മറയുന്നു, തിരിയുന്നു, കള്ളൊടിക്കുന്നു, ആ ഒരു ഫീല്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നോവലിൽ എഴുതി നമ്മളൊരു ബുക്ക് വായിക്കുന്ന ഫീൽ എനിക്ക് പല സ്ഥലത്തും ഫീൽ ചെയ്തു. അതാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെടാൻ വേറെ തന്നെ ഒരു ഇത്. അതായത് ഒരു സാധാരണ ഒരു പടമാവേണ്ട രീതിക്ക് ഒരു റോ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഗുണ്ടകൾ അങ്ങനത്തെ ഒരു ഫീലാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇതാണ്, ബാക്ക് ഡ്രോപ്പാണ് ഇതിനുള്ളത്. പക്ഷേ ആ ഒരു ഡാർക്ക് മോഡൊന്നും കുറച്ചുകൂടി ലൈറ്റും, അതുപോലെ അധികം റോ ആക്കാണ്ട് കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കുറേ സീൻസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ മരിയാന പറഞ്ഞ ക്യാരക്ടറിൻ്റെ സംഭവം, പിന്നെ PP അജേഷ് പറഞ്ഞ് മടുത്ത അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ് ചെയ്തിട്ടുള്ളത്.
അടിപൊളി. മീൻസ് ഭയങ്കര മ്യൂസിക് ഞാൻ പറയുന്നില്ല, പുള്ളി ഇതുവരെ ചെയ്ത വെച്ച് ഒരു മീഡിയം ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാട്ടൊക്കെ സിനിമയ്ക്ക് ചേർന്ന് തന്നെ കേട്ടോ. സിനിമേൻ്റെ ആ ഒരു മൂഡിനെ എലവേറ്റ് ചെയ്യുന്ന കുറേ BGM ഇതിലുണ്ട്. പക്ഷേ ഭയങ്കര അപ്പോൾ ആ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ BGM ഒക്കെ കേൾക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ. അങ്ങനത്തെ ഫീലൊന്നും ഈ ഇതിലെ BGMനില്ല. പക്ഷേ സിനിമയ്ക്ക് പറ്റിയ BGM തന്നെയാണ്. പുള്ളി അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഈ സിനിമേൻ്റെ. വേറെ ഒന്നും പറയാനില്ല, ഇത്ര പറയാനുള്ളൂ. ഈ സിനിമേനെ കുറിച്ച് പറയുമ്പോൾ PP അജേഷ് അതിനെ വായിൽ വരുന്നുള്ളൂ. സിനിമ കണ്ടാൽ മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു, പുള്ളീനെ അധികം പൊക്കല. സിനിമ ഉണ്ട്, ബേസിൽ ജോസഫ് എന്ന ആക്ടർ ഇത് ചെയ്തു വെച്ച രീതി ഭയങ്കരമായിരുന്നു. നമുക്ക് ആ ക്യാരക്ടർ അത്രയ്ക്കും ഇതാവും. പിന്നെ ഈ സിനിമേൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിലെ പല ക്യാരക്ടർ തമ്മിലും മുൻപരിചയമുള്ള മാതിരി, ഇതുവരെ കാണാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ ഇവർ തമ്മിൽ എന്തോ ഒരു പരിചയം ഉണ്ടെന്നൊരു ഫീല് നമ്മളിപ്പോൾ നോവലൊക്കെ വായിക്കുമ്പോൾ തോന്നൂലേ. ഇപ്പോൾ ഒരു നോവലൊക്കെ വായിക്കുമ്പോൾ അതിലൊരു കഥാപാത്രം പറയും ഇവിടെ എന്തോ മുൻപരിചയം മാതിരി എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ ഒക്കെ ഇതുണ്ടാവും. ആ ഒരു ഫീലാണ് ഈ സിനിമയിലും. അതായത് ഇപ്പോൾ ഇതിൽ സ്റ്റെഫി ഗ്രാഫ് എന്ന ക്യാരക്ടർ എന്താ പറയുക, PP അജേഷ് പറഞ്ഞ ക്യാരക്ടർ തുടക്കത്തിൽ സ്റ്റെഫി ഗ്രാഫിന് PP അജേഷിനോട് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവമല്ല പിന്നീട് അവസാനം ഉണ്ടാകുന്നത്. അവർ തമ്മിൽ മുന്നേ എന്തോ ഒരു ബന്ധമുണ്ട് എന്നൊരു ഇതാണ്. അതായത് ഒരു ചൊറിയൻ ക്യാരക്ടർ നിന്നും പുള്ളീൻ്റെ ഒറിജിനൽ ക്യാരക്ടറിലോട്ട് പുള്ളി എത്തിയപ്പോൾ അത് ഈ സിനിമയിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ത്രൂ ഔട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. വിഷ്വലിയും അത്യാവശ്യം നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ ഇതിൽ കാസ്റ്റിംഗ് അടിപൊളിയാവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. സജിൻ ഗോപു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് കാണിച്ചത്. നമുക്ക് പുള്ളീനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരെ 4 ആളെ അടിച്ചിടാനുള്ള പവർ പുള്ളിക്കുണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിലിപ്പോൾ ഒരു ക്യാരക്ടറിനെ പുള്ളി പൊക്കിയെടുത്ത് അടിക്കുന്നൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. പൊക്കിയെന്ന് വെച്ചാൽ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ അടിക്കുക, ആ ഒരു സംഭവമാണ്. മറ്റേ തെലുങ്ക് പടത്തിൽ കാണുന്നവർ എറിയുന്നതല്ല കേട്ടോ, അത് കണ്ടാൽ മനസ്സിലാവും. ഒക്കെ അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് സ്റ്റോറി, മ്യൂസിക്കും പെർഫെക്റ്റ് തന്നെയായിരുന്നു. പാട്ടൊക്കെ അത്യാവശ്യം നല്ല പാട്ടായിരുന്നു. ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല പാട്ടൊന്നും, പക്ഷേ സിനിമേൻ്റെ മൂഡിനനുസരിച്ചുള്ള നല്ല പാട്ടുകളായിരുന്നു. അത്ര പറയാനുള്ളൂ. എല്ലാവരും അടിപൊളി. പിന്നെ ബ്രൂണോ പറഞ്ഞ ക്യാരക്ടർ, ഇതിൽ ക്യാരക്ടേഴ്സിനൊന്നും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മറക്കില്ല, നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത്രയും പവർഫുൾ ക്യാരക്ടേഴ്സാണ്. അപ്പം ബൈ. അവന്റെ പേര് അജേഷ്. അജേഷ് ചങ്കറപ്പുള്ളൊരുത്തൻ വന്നു വിചാരിച്ചാ PP അജേഷ്. അവൻ കൊണ്ടുപോയി വല്ല കാര്യത്തിലും താത്തിയാലേ പിന്നെ അജേഷാടാ അജേഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ, നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്.